റമദാൻ മാസത്തിൽ ഉച്ചൻ്റെ ശേഷം പല്ല് തേക്കൽ കറാഹത്താണ്. എന്നാൽ എല്ലാ സമയത്തും കറാഹത്തൊന്നുമല്ല. ഉറങ്ങി നീച്ചാൽ കറാഹത്തൊന്നുമില്ല. ഉറങ്ങി നീച്ചാൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവന് പല്ല് തേക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് അപ്പോഴും ഉണ്ട്. പക്ഷെ റമദാൻ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ പല്ല് തേക്കുമ്പോൾ ഒരു ഒളിയും മറയൊക്കെ വേണം, പരസ്യമായിട്ട് തേക്കരുത് മാത്രം. ജനങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. ഈ ചെങ്ങായിക്ക് നോലുമ്പില്ലെന്നാവോന്ന് തോന്നുന്ന കാര്യമൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് സ്വകാര്യത്തിൽ ഒരാൾ പല്ല് വെച്ചു എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഉറങ്ങി നീച്ചാൽ ആ നാറിന തൊള്ളേറ്റ ആൾക്കാരുടെ ഇടയ്ക്ക് പോകുമൊന്നും വേണ്ട. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരം എന്താ വെച്ചാൽ ഉറങ്ങിച്ചാലും പറ്റൂല എന്നാണ്. അങ്ങനെയില്ല, ഒരു കാരണമില്ല. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾ ഉച്ചൻ്റെ ശേഷം പല്ല് തേക്കാൻ പാടില്ല, കറാഹത്താണ്. അതേസമയത്ത് കുറേ ആളുകളോട് സംസാരിക്കാനുള്ളതാണ്, മദ്യം പറയാൻ പോവുകയാണ്, എന്നാ പല്ല് തേക്കാം. അല്ലെങ്കിൽ കുറേ ആളുകളോട് സംസാരിച്ചിട്ട് വായ പകർച്ചയായിട്ടുണ്ട്, എന്നാൽ പല്ല് തേക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പല്ല് തേക്കൽ കറാഹത്താണെന്ന് പറഞ്ഞത് ഒരു കാരണമില്ലെങ്കിൽ എന്നാണ്. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പല്ല് തേക്കണതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണുള്ളത്. അപ്പം അതുകൊണ്ട് ശരീരം ശുദ്ധിയുമായിരിക്കണം. ശരീരം വലിയ സ്ഥാനമുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളിച്ചതിന് ശേഷം എണ്ണ തേച്ച് തലമുടി വാർന്നിട്ടതിന് ശേഷം തൊപ്പി വെച്ച് അതിന്മേൽ തലപ്പാവ് ധരിക്കലായിരുന്നു പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവ് രീതി അതാണ്. കുളിച്ച് എണ്ണ തേച്ച് മുടി ചീകിയിട്ടതിന് ശേഷം തൊപ്പി ധരിച്ച് അതിൻ്റെ മുകളിൽ തലപ്പാവ് ധരിക്കും. എല്ലാവർക്കും ഓരോ തൊപ്പി വേണം. അടുത്ത പ്രാവശ്യം അമ്പലത്തേക്ക് പോകുമ്പോൾ വാങ്ങിക്കോളി ഓരോ തൊപ്പി. ഓരോന്നുള്ളവർ 2 എണ്ണം കൂടി വാങ്ങിയിട്ട് 3 തൊപ്പിയാക്കണം. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. നബി തങ്ങൾക്ക് 3 തൊപ്പി ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ഒരേമായിരുത്തതല്ല, 3 സൈസിലായിരുന്നു. കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. തലകെട്ടിൻ്റെ ശ്രേഷ്ഠത തൊപ്പിക്കുണ്ടെന്ന് ബിഗയയിലുണ്ട്. കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ. യാ ഹയ്യു മുസ്ലിം വേഷമിൽ സംതൃപ്തിത, അനുകരണവും അതിനോടു തന്നൊപ്പിച്ചുതാ. അപ്പം എല്ലാവർക്കും ഓരോ തൊപ്പി വേണം, എല്ലാവർക്കും ഓരോ വെള്ളക്കുപ്പായം വേണം. എന്നുണ്ടാണ്ട, ഓരോന്ന് ഉണ്ടായാൽ മതി. എന്തേ കാരണം? ഇൽബസു മിൻ സിയാബികുമുൽ ബയാള വകഫിനു ഫിഹാ മൗതാകും ഹബീബുനാ റസൂലുള്ളാഹി. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഈ കൽപ്പന അനുസരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ വെള്ളക്കുപ്പായ എല്ലാവർക്കും വേണം. എന്നിടണ്ട, വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോഴുക, മരിച്ചോടത്ത് പോകുമ്പോഴുക ഒരു തൊപ്പി എല്ലാവർക്കും വേണം, അരയിൽ വെക്കുക. അല്ലെങ്കിൽ ടവലായാലും മതി. തൊപ്പിൻ്റെ സ്ഥാനത്ത് ഒരു ടവൽ എല്ലാവർക്കും വേണം, അരയിൽ വെക്കുക. മരിച്ചോടത്ത് യാസീൻ ഓതുമ്പോൾ എടുത്ത് കണ്ട് തലയിലിടുക. മരിച്ചോടത്ത് യാസീൻ ഓതുമ്പോൾ അങ്ങനെ എല്ലാവരും തല മറക്കുമ്പോൾ നമ്മളെടുത്തൊന്നുമില്ല, ഞാൻ പറ്റൂല. അപ്പോൾ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് തലയിലിട. പോക്കറ്റിൽ ആദ്യം ഉണ്ടെങ്കിലല്ലേ എടുത്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ പോക്കറ്റിലൊന്ന് വേണം എല്ലാവർക്കും. ജീവിതം റമദാൻ മാസം കൊണ്ട് മാറണം എല്ലാ നിലക്കും. എന്നാലേ റമദാൻ സാറില്ല, എൻ്റെ മേത്ത് കിട്ടിയിട്ടില്ല. റമദാൻ മാസം ആകുമ്പോൾ നമുക്ക് ജീവിതം മാറണം. കരണ്ട് വയ്ക്കുക ആയിക്കോട്ടെ.
റമദാൻ മാസം കൊണ്ട് ജീവിതത്തിന് മാറ്റം വേണം എന്തെങ്കിലുമൊക്കെ. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ മാതിരി തന്നെ കൊല്ലത്തെ റമദാനായ അതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. കഴിഞ്ഞല്ലോ റമദാൻ ആദ്യത്തിന് വന്നുങ്ങാണ്ട് ആ മുസാഫൊക്കെ എടുത്ത് വെച്ചാണ്ട് ഓതി 4 പേജ്. ഇക്കൊല്ലം റമദാൻ വന്നപ്പോൾ മുസാഫൊക്കെ എടുത്തേണ്ടാണ് തുടങ്ങി 4 പേജ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇക്കൊല്ലം നീങ്ങിയില്ലെങ്കിൽ ഒരു കൊല്ലം നമ്മളിവിടെ ഏറെ ജീവിച്ചതിന് എന്ത് കാര്യമുള്ളത്? ആയുസ് പറഞ്ഞാലേ നമ്മൾ ദീർഘായുസിന് തോരക്കുമല്ലോ. പക്ഷേ നമുക്കൊക്കെ ദീർഘായുസ് തരട്ടെ. സംഗതി വണ്ടിൻ്റെ ചോട്ട് വെട്ടാൽ ഷഹീദിൻ്റെ കൂലി കിട്ടും, വെള്ളത്തിൽ കൂടി വലിച്ചു പോയാൽ ഷഹീദിൻ്റെ കൂലി കിട്ടും. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഏത് വരക്കണത്? പഠിച്ചോനെ ദീർഘായുസ് തരണേ. എന്താ അതുകൊണ്ടുള്ള കാര്യം? ഒരു കൊല്ലം ഏറെ ദുന്യാവിൽ നിന്നാൽ ഒരു കൊല്ലത്തെ ഈമാനും തഖ്വയും കൂടണം. അതിനാണ് ഒരു കൊല്ലം ഏറെ നിൽക്കുന്നത്. 60 വയസ്സുള്ള ആൾക്കും 61 വയസ്സുള്ള ആൾക്കും ഒരേ ഈമാൻ പോരാ. 61 വയസ്സുള്ള ആൾക്ക് ഒരു കൊല്ലത്തെ ഈമാനും തഖ്വയും കൂടുതലുണ്ടെങ്കിൽ ഒരു റമദാനും മുതലായി, ഒരു റബീഉൽ അവ്വലും മുതലായി, ഒരു ബറാത്തും മുതലായി, ഒരു മുഹറവും ഒരു മിഅ്റാജൊക്കെ മുതലായി. അതല്ല 60 വയസ്സിലും അങ്ങനെ തന്നെയാണ്. 63 ലേശം കുറഞ്ഞിക്കുകയാണെങ്കിലോ വെറുതെ ഒരു കൊല്ലം ഇവിടുത്തെ ചോറ് തിന്നാണ്ട് ഒരു കാര്യം അതുകൊണ്ട് ഇല്ലാതായി എന്നാണ്. ഒരു കൊല്ലം നമ്മളേറെ ദുന്യാവിൽ നിന്നാൽ അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ റമദാനിനേക്കാൾ ഈ കൊല്ലത്തെ റമദാനിൽ നമുക്ക് എന്താണ് ഈമാനിലും തഖ്വയിലും വർധനവുള്ളത് എന്ന് ആലോചിച്ച് നോക്കിയിട്ട് 29ൻ്റെ അന്ന് അല്ലെങ്കിൽ 30ൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ ഖൽബ് നമ്മളോട് പറയണം, അൽഹംദുലില്ലാഹ് ഇക്കൊല്ലത്തെ റമദാൻ മുതലായിട്ടുണ്ട്. വേറെ ആരുമല്ല പറയണ്ടേ, നമ്മളെ ഖൽബ് പറയണം നമ്മളോട് ഇക്കൊല്ലത്തെ റമദാൻ മുതലായി. എന്നാൽ നമുക്കൊരു കൊല്ലം മുതലായി. ഇല്ലെങ്കിൽ ഒരു കൊല്ലം നഷ്ടമാണ്. ഒരു റമദാൻ കഴിഞ്ഞു അടുത്ത റമദാൻ വരികയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പുതിയ കൊല്ലം വരുന്നുണ്ട് എന്നല്ല ശരിക്കും ആലോചിക്കേണ്ടത്. നമ്മൾ ആയുസ്സെന്ന് ഒരു കൊല്ലം പോകുന്നുണ്ട് എന്നാണ്. മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങളാഴ്ച, ഗടികൾ കണക്കേ നിൻ ആയുസ്സിൻ തീർച്ച. ഷുജായി മൊയ്തു മൗലവി പാടിയതാണ് സഫലമാല. മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങളാഴ്ച, ഗടികൾ കണക്കേ നിൻ ആയുസ്സിൻ തീർച്ച. പഴയ കാലവും പുതിയ കാലവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പഴയ കാലത്ത് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയാകാൻ 7 ദിവസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചക്ക് ആകെ ഒരാഴ്ചയേ ഉള്ളൂ. ഇന്നലെയും വെള്ളിയാഴ്ച, ഇന്നും വെള്ളിയാഴ്ച, നാളെയും വെള്ളിയാഴ്ച. എന്നേപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ചയായി. ഒരു നഖം മുറിച്ചാൻ വരെ നമുക്ക് നേരമില്ല. പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്ത ആളെ ഞാൻ കണ്ടിരിക്കണം. ഒരു മനുഷ്യൻ എല്ലാ നിലക്കും ഒന്ന് വൃത്തിയാകുക പുതിയാപ്പിളവുമ്പോഴാണല്ലോ. നല്ല തുണിക്കുപ്പായൊക്കെ എടുത്ത് താടി മുടിയൊക്കെ ഒന്ന് നേരാക്കി ഒന്ന് ഉഷാറായിട്ട്. എന്നാൽ നിക്കാഹിന് വേണ്ടി പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്ത ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളൊന്നല്ല, കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്നാ ഓൻ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഓന് വെള്ളിയാഴ്ചയും വലിയൊരുനാൾ ഒരുമിച്ച് എന്നിട്ടും കാര്യമില്ല, മുറിച്ചൂല. പുതിയാപ്പിള പോകുമ്പോൾ മുറിച്ചാത്ത പിന്നെ അതുകൊണ്ട് നഖം മുറിക്കണം എല്ലാവരും. ഒരു മനുഷ്യൻ്റെ വൃത്തിയുടെ പ്രധാനപ്പെട്ട അടയാളം നഖം മുറിക്കലാണ്. റുക്കൂക്ക് പോകുമ്പോൾ കാലുമൊക്കെ നോക്കിയാൽ അറിയാം ആൾക്ക് വൃത്തി ഉണ്ടോ ഇല്ലയെന്ന്. അവനാൻ്റെ കാലുമൊക്കെ ആദ്യം നോക്കിയാൽ മതി, അടുത്തുള്ളവരത് നോക്കണ്ട. അവനാൻ്റെ നോക്കിയാലും കാണുമല്ലോ. കയ്യുമത്തെ പിന്നെയും മുറിക്കും, കാലുമത്ത് മുറിക്കാൻ ഭയങ്കര മടി ആൾക്കാർക്ക്. 10 ഫിത്രത്ത് 10 പ്രകൃതങ്ങളെ മനുഷ്യൻ സൂക്ഷിക്കണം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നഖം മുറിക്കൽ. നഖം മുറിക്കുക അത് മനുഷ്യൻ്റെ ഫിത്രത്താണ്. കുളിക്കുക, സുഗന്ധം ഉപയോഗിക്കുക. റമദാനിൽ പറ്റൂല, രാത്രി പറ്റും. നോമ്പ് തുറന്നാൽ അത്താഴം കഴിച്ചാലൊക്കെ സുഗന്ധം ഉപയോഗിക്കാം. പകൽ മാത്രമേ പറ്റായുള്ളൂ. രാത്രി ഉപയോഗിച്ചതിൻ്റെ വാസന പകലിൽ നിലനിൽക്കുന്നതിന് വിരോധമൊന്നുമില്ല. അത്താഴം കഴിഞ്ഞതിന് ശേഷം ശരീരത്തിൽ സുഗന്ധം പൂശിയ ഒരാൾ ആ വാസന നേരം വെളുക്കുമ്പോൾ ഉണ്ടായി എഴുതിയിട്ട് കുഴപ്പമില്ല. പകൽ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൂ. വാസനിക്കണതിന് കുഴപ്പമൊന്നുമില്ല, വാസന തടുത്താൽ നിൽക്കണമല്ല. അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം കുളിക്കലും നല്ലതാണ്. കാരണം എന്താ, നോമ്പ് നോൽക്കുമ്പോൾ വയറ് കാലിയായിട്ട് വിയർപ്പ് കൂടുതലുണ്ടാവും. നോമ്പ് തുറക്കാനാവുമ്പോൾ വിയർപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ വിയർപ്പ് കൂടുതലുണ്ടാകുമ്പോൾ നോമ്പൊക്കെ തുറന്ന് വെള്ളം ചെല്ലുമ്പോൾ നല്ലോണം വിയർപ്പ് പുറത്തേക്ക് വരും. അപ്പോൾ നല്ല തേച്ചൊരച്ച് കഴുകണം. ദൽക്കുൽ ആവാ, അംഗങ്ങൾ തേച്ചു കഴുകുക എന്നത് പ്രധാനപ്പെട്ട സുന്നത്താണ്. നാളെ ഒരാളിനോട് ചോദിച്ചു, ഈ ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു.
ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ദൽക്കുല്ലാഹ് എന്ന കിതാബുകളിലൊക്കെ പറഞ്ഞ് ഒതുണ്ടാക്കുമ്പോഴും കുളിക്കുമ്പോഴും ശരീരം തേച്ചുരച്ച് കഴുകണം എന്ന് പറഞ്ഞ സാധനമാണ് ഫിസിയോതെറാപ്പി. അതിന് നമുക്ക് ഒഴിവില്ലാത്തതുകൊണ്ടാണ് പിന്നെ മെഷീൻ വെച്ചിട്ട് ചെയ്യേണ്ടി വരുന്നത്. എന്നും കുളിക്കുമ്പോൾ നല്ലോണം ചാരിട്ട് തേച്ചുരച്ച് കഴുകുകയാണെങ്കിൽ ഒരു ഫിസിയോതെറാപ്പി വേണ്ടി വരില്ല. പക്ഷെ നമുക്ക് ഒഴിവില്ല. റമദാൻ മാസത്തിൽ നോമ്പ് തുറന്നതിന് ശേഷം തേച്ചൊരച്ച് കുളിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകമായി ഫളിലുള്ള കാര്യമാണ്. അതുകൊണ്ട് റമദാനിൽ നല്ലോണം വൃത്തി സൂക്ഷിക്കണം. എല്ലാ സമയത്തും നമ്മൾ സൂക്ഷിക്കണം. ശരീരം വൃത്തിയാവാനും കൂടിയാണ് യഥാർത്ഥത്തിൽ നോമ്പ്. നിയ്യത്ത് തെറ്റരുത് എന്ന് മാത്രം. അതായത് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും ഉള്ള വേസ്റ്റുകൾ, ഒന്ന് മലം, മറ്റൊന്ന് മൂത്രം, മൂന്നാമത്തൊന്ന് വിയർപ്പ്, നാലാമത്തൊന്ന് എയറോബിക് വേസ്റ്റ് എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. 5 വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഒന്ന് മലം, മറ്റൊന്ന് മൂത്രം, മൂന്നാമത്തേത് വിയർപ്പ്, നാലാമത്തേത് എയറോബിക് വേസ്റ്റ് അഥവാ കാർബൺ ഡൈ ഓക്സൈഡ്. 4 മാലിന്യങ്ങളെ പുറത്ത് കളയണം. നന്നായിട്ട് മൂത്രയിക്കണം. മൂത്രം എന്ന നിഅമത്തിനോടുള്ള മനുഷ്യൻ്റെ നിഷേധമാണ് മൂത്രസംബന്ധമായ അസുഖങ്ങൾ എന്നാണ്. നമ്മൾ ഏത് അമൽ ചെയ്താലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയും. ഏത് നല്ല കാര്യം ചെയ്താലും അൽഹംദുലില്ലാ എന്ന് പറയാം. എന്നാൽ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ മാത്രം ഗുഫ്റാനക അൽഹംദുലില്ലാ എന്നാ പറയാം. മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ചൊല്ലണ ദിക്ർ ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. ഗുഫ്റാനക, അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കൽ തേടുന്നു, അൽഹംദുലില്ലാ എല്ലാ സ്തുതിയും നിനക്കാകുന്നു. എന്താ ഗുഫ്റാനക? അല്ലാഹുവേ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ഒഴിച്ചത് ഏതായാലും ഒഴിച്ചു, ഇനി മേലാലൊഴിക്കൂലെന്ന. മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ചെല്ലണ ദിക്റാണത്. ഏത്? അത് പിന്നെ ബോർഡ് വെച്ചതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ ഇറങ്ങുമ്പോൾ ചെല്ലും കൂടിയും വേണം. ബോർഡുകൾ ഇവിടെ ഒക്കെ ഉണ്ട് കുറേ എണ്ണം. പള്ളി മൊത്തം നോട്ടീസ് അയക്കാമല്ലോ. ഇവിടെ ലേശം കുറവുണ്ട്. ചില സ്ഥലത്ത് വന്നാൽ കാണാം പള്ളിൻ്റെ ഉള്ളിൽ മൊത്തം നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ടാവും. കയറിനോടത്ത് കാല് കഴുകി കയറുക, തുപ്പരുത്, ഇളകരുത്, അങ്ങോട്ടാക്കരുത്, ഇങ്ങോട്ടാക്കരുത്, മിണ്ടാതിരിക്കുക, സംസാരിക്കരുത്, മൊബൈൽ ഫോൺ ഓഫാക്കുക, കുത്തുബ ശ്രദ്ധിക്കുക, അങ്ങനെ മൊത്തം ആവശ്യമുള്ളത് വെക്കട്ടോ. ആവശ്യമുള്ളത് ഇപ്പോൾ ഒതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള ദിക്ർ ചിലപ്പോൾ എല്ലാവർക്കും കാണാതെ അറിയില്ല. അപ്പം അതൊന്ന് വെച്ചാൽ നല്ല തന്നെയാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതതഹിരീന വജ്അൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ. ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല. അതൊന്ന് വെച്ചാൽ നന്നായി. വർത്തമാനം സംസാരിക്കാതിരിക്കണമെന്ന് ബോർഡില്ലായിട്ട് വർത്തമാനം പറയണമെന്ന് ഞങ്ങളെ വിചാരം അതൊന്നല്ല. ബോർഡ് ഉണ്ടായതുകൊണ്ടും ഉണ്ടായിരിക്കില്ല. അത് ബോധമാണ്. മനുഷ്യന്മാർക്കൊരു ബോധം വേണം, എന്നാൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണത്. അല്ലാതെ അത് നോട്ടീസിൻ്റെ പ്രശ്നമല്ല. അങ്ങനെ നമ്മൾ മൊത്തം നോട്ടീസ് ഒട്ടിക്കരുത്. ആവശ്യമാണെന്ന് തോന്നണേ ചില സംഗതി. ഈത്തിക്കാഫിൻ്റെ നിയ്യത്ത് ഉദാഹരണം, അത് ചിലപ്പോൾ നമ്മൾ ആ ബോർഡ് കാണുമ്പോൾ ഒന്ന് ഓർമ്മ വരും ഈത്തിക്കാഫിൻ്റെ നിയ്യത്തൊക്കെ. അപ്പം അതൊരു ബോർഡ് നന്നാവും. പള്ളിക്ക് കയറുമ്പോൾ ഉള്ളത്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളത്, ഇങ്ങനെ അത്യാവശ്യമുള്ളതൊക്കെ വെക്കാം. ആവശ്യമില്ലാത്തത് ഇപ്പം ഷർത്തുകളും പറഞ്ഞതൊക്കെ ഇങ്ങനെ കൂടി വരികയാണ്. അതിൽ പെട്ടതാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി. അതിപ്പോൾ ഓഫാക്കണോന് അത് ബോർഡില്ലാതെ ഓഫാക്കും. ഓഫാക്കാത്തവൻ്റെ മൊബൈൽ വെള്ളിയാഴ്ച ജുമാൻ്റെ അടുത്ത് അടിക്കും. വെള്ളിയാഴ്ച ജുമാൻ്റെ അടുത്ത് അടിക്കലുണ്ട് മൊബൈൽ. അത് ബോർഡില്ലായിട്ടാണ്. ബോർഡ് വേറെ. അപ്പം എന്തേ പറഞ്ഞു എന്നറിയങ്ങൾ? ബോർഡ് വെച്ചതുകൊണ്ട് കാര്യമില്ല, ചെല്ലണം. മൂത്രപ്പെരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെല്ലണം? ഗുഫ്റാനക, അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, അൽഹംദുലില്ലാ എല്ലാ സ്തുതികളും അല്ലാഹുവിനാണ്. അദ്ഹബ അന്നിയൽ അദാ വഅഫാനി, ബുദ്ധിമുട്ടി എന്നിൽ നിന്നവൻ ഇല്ലാതെയാക്കുകയും എന്നെ സുഖമാക്കുകയും ചെയ്ത അല്ലാഹുവിന് എല്ലാ സ്തുതികളും. എന്തിനാണ് ഇവിടെ മാത്രം ഹംദിൻ്റെ മുമ്പൊരു ഗുഫ്റാനക? വേറെ ഏതാണെങ്കിലും ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ആദ്യം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അവിടെ അൽഹംദുലില്ലാഹ് ആദ്യം. എന്തിനാ മൂത്രമൊഴിക്കുകയും കക്കൂസ് പോവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഗുഫ്റാനക? മൂത്രമൊഴിക്കുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തെന്ന ഏറ്റവും വലിയൊരു നിഅമത്ത്. അതൊരു തുള്ളി മൂത്രമാണ് പോകാതിരുന്ന് നോക്കണം, അപ്പം അറിയാം.
3 കോടി ഉറുപ്പ്യൻ്റെ മെഷീൻ വെച്ചാലും മൂത്രം ഉണ്ടാക്കാൻ പറ്റൂല. ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൂത്രം ഉണ്ടാക്കല്ല. നമ്മളെ രക്തം കേടുവന്ന രക്തം ഒരു മെഷീൻ്റെ ഉള്ളിൽ കൂടെ കയറി അതിൽ നിന്ന് നീരുകളെയും ദുഷിച്ച വസ്തുക്കളെയും നീക്കം ചെയ്ത് ശരീരത്തിലേക്ക് രണ്ടാമത് കൊടുക്കുകയാണ്. അല്ലാതെ മൂത്രം ഉണ്ടാക്കുന്ന പരിപാടിയല്ല. മൂത്രം ഉണ്ടാക്കാൻ അള്ളാഹ് തന്ന ആ മെഷീൻ തന്നെ ഉള്ളൂ, വേറൊരു മെഷീനും നിലവിലില്ല. എന്നാൽ രാത്രി 1 മണിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി നമ്മളെന്താ പറയുക, കണ്ണാറടക്കഞ്ഞിപ്പോൾ മൂത്രമൊഴിക്കാനും മുട്ടുണ്ട്, ഇപ്പം നീച്ചുമാണല്ലോ എന്നാ. എന്താ കാര്യം? രാത്രി 1 മണിക്ക് വന്നാൽ ഒരു 5000 ഉറുപ്പ്യ തരാമെന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക. മൊബൈലിൽ അലാറം വെച്ചിട്ട് പോകും 1 മണിക്ക്. എന്നാൽ രാത്രി 1 മണിക്കൊന്ന് മൂത്രമൊഴിക്കണമെന്ന് മുട്ടി അങ്ങനെ ഉണ്ടാവും. ഈ ഒലക്ക നാളെ രാത്രി വെള്ളം കുടിക്കൂല. എന്താ കാരണം? മൂത്രം ഞമ്മക്കൊരു നിയമത്തായി തോന്നിയിട്ടില്ല. 5000 ഉറുപ്പ്യ നമുക്ക് വലിയ നിയമത്താണ്, മൂത്ര നിയമത്തല്ല. ഇതാണ് പ്രശ്നം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തിരുന്ന വലിയൊരു നിയമത്താണ് മൂത്രമൊഴിക്കൽ. ഈ നിയമത്തിൻ്റെ നിഷേധമാണ് യഥാർത്ഥത്തിൽ മൂത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നാണ്. അതുകൊണ്ട് ഗുഫ്റാനക്ക് പടച്ചോനെ ഇങ്ങനൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, എനിക്ക് പുറത്തു തരണേ. അൽഹംദുലില്ലാഹ്. മനുഷ്യൻ നിഷേധിക്കുന്ന നിയമത്തുകളിലെ ഏറ്റവും വലിയ നിയമത്താണ് മൂത്രമൊഴിക്കുക എന്ന നിയമത്ത് എന്നാണ്. അപ്പം എന്തേ പറയാൻ കാരണം? 4 മാലിന്യങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ശുദ്ധിയാവേണ്ടത്. ഒന്നാമത്തേത് മൂത്രം, രണ്ടാമത്തേത് മലം, മൂന്നാമത്തേത് വിയർപ്പ്. നോമ്പ് കൊണ്ട് വിയർപ്പ് നന്നായിട്ട് ശുദ്ധിയാവും. വൈകുന്നേരം ആകുമ്പോൾ നന്നായിട്ട് വിയർക്കും. ആമാശയം കാലിയായാൽ വിയർപ്പ് കൂടുതലുണ്ടാവും. ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് മോശമായ സാധനങ്ങളൊക്കെ പുറത്തു പോകും. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ നോൽക്ക് തന്നെ. കാരണം ഇപ്പോൾ ഏതായാലും വിയർപ്പൊക്കെ ഒന്നാണ് പോയി. അങ്ങനെയോട് ചിന്തിക്കാനും പറ്റില്ല. കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നോൽമ്പ് വെച്ചിട്ട് പഠിച്ചോലത്തേക്ക് എന്നാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളിപ്പോൾ നോൽമ്പ് പത്രത്തിലൊക്കെ കാണാം, ഇങ്ങനെ റമദാൻ മാസം ആയാലും ഗോപാലിന് നോമ്പാണ്, രാമ്പന് നോമ്പാണ് എന്ന് പറഞ്ഞിട്ട് കുറേ നോമ്പുകൾ കാണും. അതൊക്കെ നൊയമ്പാകുന്നു. നോമ്പിന് നീയത്ത് ഷർത്താണ്, നീയത്തിന് ഈമാൻ ഷർത്താണ്. നോമ്പിന് എന്ത് ഷർത്തുണ്ട്? നീയത്ത് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറളാണ്, നിബന്ധനയാണ്. നീയത്ത് ആരിൽ നിന്നേ സഹിയാവുള്ളൂ? മുഅ്മിനായ മനുഷ്യരിൽ നിന്ന് മാത്രമേ നീയത്ത് സഹിയാവുള്ളൂ. അപ്പോൾ ഓൽക്ക് നോമ്പെടുക്കാൻ കഴിയില്ല. നോമ്പെടുക്കാൻ ഞമ്മക്കേ കഴിയുള്ളൂ. നീയത്ത് നിബന്ധനയാണ്. നീയത്ത് തെറ്റരുത്. ഇപ്പോൾ ഒരു മോലിയർ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ വയത് പറയുകയാണെന്ന് വിചാരിക്കുക. നോമ്പും ആരോഗ്യശാസ്ത്രവും എന്നാണ് വിഷയം. വേറൊരു മൂലയിൽ അപ്പുറത്ത് വേറൊരു ഓഡിറ്റോറിയത്തിൽ നോമ്പും റയ്യാൻ എന്ന സ്വർഗത്തിൻ്റെ വാതിലും എന്നാണ് വയത് പറഞ്ഞതെന്ന് കരുതുക. എന്നാൽ നമ്മളെന്ത് വിചാരിക്കും? ആ നോമ്പും ആരോഗ്യം ഭരണ വാതിലൊന്ന് പോവുക, അതാണ് ഇപ്പോൾ കേൾക്കേണ്ടത് എന്നാണ്. ആഖിറത്തിൻ്റെ കാര്യമൊക്കെ ദുന്യാവിന് വേണ്ടി ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര ഉഷാറാവും നമ്മൾ. നിസ്കാരം യോഗയാക്കുക. യോഗക്കൊക്കെ പോലെ തുടങ്ങിയതിൻ്റെ ശേഷം അപ്പോൾ നിസ്കാരത്തിലൊക്കെ ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നിസ്കാരം യോഗയാക്കുക. നോമ്പിനെ നമ്മൾ പിന്നെ വേറെന്തൊക്കെ ആക്കി മാറ്റുക. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടികൾ. അപ്പോൾ അതുകൊണ്ട് നീയത്ത് തെറ്റരുത്. സംഗതി ഇതുകൊണ്ട് ഉണ്ടാവും. സംഗതി നോമ്പുകൊണ്ട് ശരീരത്തിൽ നിന്ന് വിയർപ്പ് ധാരാളമായി പുറത്തേക്ക് പോകുന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് വൈകുന്നേരമാകുമ്പോൾ. അതുകൊണ്ട് നോമ്പ് തുറന്നതിന് ശേഷം നന്നായിട്ട് തേച്ചരച്ചിട്ട് കുളിക്കൽ നല്ലതാണ്. പള്ള ബൂന്നാക്കിയിട്ടല്ല കേട്ടോ. അത്യാവശ്യം ചെറിയ നോമ്പ് തുറ എന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം കുളിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത്. പള്ളക്കൂടി ഇങ്ങനെ ഫുള്ളാക്കിയതിന് ശേഷം കുളിക്കാനൊന്നും പറ്റില്ല. നോമ്പ് തുറ എന്ന കർമ്മം നടത്തിയതിന് ശേഷം നന്നായിട്ട് വെള്ളമൊഴിച്ച് തേച്ചൊരച്ച് കുളിച്ചതിന് ശേഷം ശരീരം വൃത്തിയാവണം, വസ്ത്രം വൃത്തിയാവണം. നമ്മളെപ്പോഴും വൃത്തിയുള്ള ആളുകളായി മാറണം. അപ്പോൾ ശരീരത്തിൻ്റെ വൃത്തി നോമ്പുമായി വളരെ അതിന് ബന്ധമുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് ശാരീരികമായ വൃത്തിയാണ്. രണ്ടാമത്തേത് അവയവങ്ങൾ തെറ്റിൽ നിന്ന് ശുദ്ധിയായിരിക്കുക. അതാണ് രണ്ടാമത്തെ ശുദ്ധി എന്ന് പറഞ്ഞത്. ശരീരത്തിൻ്റെ അഅ്ളാഉകൾ മോശമായ കാര്യങ്ങളിൽ നിന്ന് ശുദ്ധിയായിരിക്കലാണ് രണ്ടാമത്തത്. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് വിഷയം. അപ്പം ഇങ്ങനെ നോക്കിയാൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നോട്ടം എടുക്കലും പോയാൽ ഞാനും എടുക്കും. ഒരു യാനബിയൊക്കെ ചെല്ലുക എല്ലാവരും. യാനബി സലാം അലൈക്കും
يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أشرق البدر علينا واختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. രണ്ടാമത്തത് അഅ്ളാഉകൾ, ജവാരിഹുകൾ, അവയവങ്ങൾ തെറ്റുകളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. മോശപ്പെട്ട സാധനം കാണാതിരിക്കുക, മോശപ്പെട്ടത് കേൾക്കാതിരിക്കുക, മോശപ്പെട്ടതിലേക്ക് പോകാതിരിക്കുക. ഗീബത്ത് പറയാൻ പാടില്ല. ഗീബത്ത് കേൾക്കാൻ പാടുണ്ടോ? ആവില്ല. ഗീബത്ത് പറയാൻ പാടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ ആരെങ്കിലും ഒരാൾ ഗീബത്ത് പറയുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ചിരിച്ചാണ് നിന്ന് കേൾക്കാൻ പാടുണ്ടോ? ആവും പാടില്ല. അവിടെ നിന്ന് പോകാറുണ്ടേ. നുണ പറയാൻ പാടില്ല. എന്നാൽ നുണ കേൾക്കാൻ പാടുണ്ടോ? ഇല്ല. അത് രാഷ്ട്രീയ ഹാസ്യ കഥാപ്രസംഗമാണെങ്കിലും ശരി, നുണ പറയാനും പാടില്ല, നുണ പറഞ്ഞാൽ കേൾക്കാനും പാടില്ല. പറയാൻ പാടില്ലാത്തൊരു കാര്യം കേൾക്കാൻ പാടില്ല. ചീത്ത പറയാൻ പാടില്ല, അപ്പം ചീത്ത കേൾക്കാനും പാടില്ല. ലൈസൽ മുഅ്മിനു ബിത്ത്ആനി വലൽ ലആനി വലൽ ഫാഹിഷി വലൽ ബദീ ഹബീബുനാ റസൂലുള്ളാഹി. ലൈസൽ മുഅ്മിനു, മുഅ്മിനായ മനുഷ്യനല്ല, ബിത്ത്ആനി, കുത്തുവാക്കുകൾ പറയുകയില്ല, വേറെ മനുഷ്യന്മാരെ മേത്തുകൊള്ളുന്ന വർത്താനം പറയില്ല. വലൽ ലആനി, ശപിക്കുകയുമില്ല, പണ്ടാറക്കാലം ചത്തുപോട്ടേന്ന് മൂമിയും പറയില്ല, ശപിക്കുകയില്ല. വലൽ ഫാഹിഷി വലൽ ബദീ, മോശമായ കാര്യം പ്രവർത്തിക്കുകയോ മോശമായത് പറയുകയോ ഇല്ല. മുഅ്മിനായ മനുഷ്യൻ അരക്കെന്ന് കീഴ്പ്പെട്ടുള്ള വർത്താനം പറയില്ല. ഒരു മുഅ്മിൻ പറയണ വർത്താനമല്ല അത്. അപ്പോൾ പറയാൻ പാടില്ല. എന്നാൽ വേറെ ആരെങ്കിലും പറയുകയാണെങ്കിൽ കേൾക്കാൻ പാടുണ്ടോ? കേൾക്കാനും പാടില്ല. പറയാൻ പാടില്ലാത്തൊരു സാധനം കേൾക്കാൻ പാടില്ല. ഇതന്നെ അൽ ഐനാനി സിനാഹുമാ അന്നദറു ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ മാസമാണല്ലോ. റമളാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കരിച്ചു കളയുന്ന മാസം എന്നാണ്. അതൊരു ശുദ്ധിയാക്കലാണ്, കരിക്കൽ, റേഡിയേഷൻ. കരിക്കണതിൻ്റെ പേരാണ് റേഡിയേഷൻ. റേഡിയേഷൻ ചെയ്യുമല്ലേ നമ്മൾ. ക്യാൻസർ ഉണ്ടായാൽ എല്ലാ ചികിത്സയും പരാജയപ്പെട്ടാൽ അവസാനം ചെയ്യുന്നതാണ് റേഡിയേഷൻ. ക്യാൻസർ സെല്ലുകളെ കരിച്ചു കളയുക. റമളാൻ റേഡിയേഷൻ്റെ മാസം, കരിക്കണ മാസം. എന്തിനെ കരിക്കണത്? പാപങ്ങളെ കരിക്കണമെങ്കിൽ കരിക്കാൻ മാത്രം ആദ്യം നമ്മളടുത്ത് ഉണ്ട് എന്ന് തോന്നണ്ടേ. നമ്മളിപ്പോൾ ആരെങ്കിലും കൊന്നിക്കണോ? നമ്മളാരെങ്കിലും കൊന്നോ? നമ്മൾ വ്യഭിചരിച്ചോ? നമ്മൾ കള്ളുടിച്ചോ? നമ്മളെന്തെങ്കിലും ചെയ്തിക്കണോ? ഇല്ലല്ല. പിന്നെ ഇപ്പം എന്താ കരിക്കാൻ മാത്രമേ ഉള്ളത് എന്നാണ് നമുക്ക് തോന്നുക. തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ് ഗഫലത്താണ്, അശ്രദ്ധയാകുന്നു എന്നാണ്. വാപ്പ കൂടെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയെന്ന് വിചാരിക്കുക, കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഇങ്ങനെ സിനിമ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ചോരുമ്മ. വാപ്പ ഒപ്പുണ്ടെങ്കിൽ പോസ്റ്ററുമൊക്കെ നോക്കാൻ കഴിയൂല, സിനിമ പോസ്റ്ററുമൊക്കെ നോക്കാൻ കഴിയൂല. എത്ര സ്ട്രോങ് ഉള്ള വാപ്പയായിട്ടും കാര്യമില്ല. മൂപ്പര് പെരയിലാണെങ്കിൽ നോക്കാതിരിക്കൂല. വാപ്പ നല്ല സ്ട്രോങ് വാപ്പയാണ്, പക്ഷെ മൂപ്പര് എവിടെയുള്ളത്? പെരയിലാണ്. വാപ്പ എന്ത് വേണം? കൂടെയുണ്ടാവണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ് അള്ളാഹു കൂടെയുണ്ട് എന്ന വിഷയത്തിൻ്റെ തൊട്ടുള്ള അശ്രദ്ധയാകുന്നു.